ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ശ്രീരാമചന്ദ്രൻ ജിജ്ഞാസ ഭരതൻ എന്ന മട്ടിൽ ചോദിച്ചു, ഭഗവാനെ, ബാലിയും സുഗ്രീവനുമായി പിണങ്ങി നിൽക്കുന്ന അവസരത്തിൽ സ്വാമിഹിതത്തിനു വേണ്ടി എന്തുകൊണ്ടാണ് വായുപുത്രൻ വാനരേശ്വരനെ സംഹരിക്കാനത്? ഒരു മാമരത്തിനെ ഇടുത്തീന് ചാമ്പലാക്കുവാൻ വല്ല പ്രയാസവും ഉണ്ടാകുമോ? അതേപോലെ മാത്രമേ ഹനുമാന് ബാലി ഉണ്ടാവുകയുള്ളൂ. സ്വന്തം കരുത്ത് ആഞ്ജനേയന് അറിയാതെ വന്നിരിക്കണം. അല്ലെങ്കിൽ പ്രാണതുല്യനായ സുഗ്രീവന്റെ സങ്കടം സഹിക്കുവാൻ ഇവന് സാധിക്കുകയില്ല. ദേവവന്ധ്യനായ ഭഗവാനെ, ബുദ്ധിമാന്മാരിൽ അഗ്രേസരനായ അവിടുന്ന് ഹനുമാനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും വിശദമായി അരുളി ചെയ്യണേ. രഘുവീരന്റെ യുക്തിയുക്തമായ ഇത്തരം വാക്കുകൾ ബ്രഹ്മർഷി പ്രവരനായ അഗസ്ത്യമാമുനിയെ പുഞ്ചിരി കൊള്ളിച്ചു. ശ്രീരാമ പാർശ്വത്തിൽ ഇരിക്കുന്ന കപീന്ദ്രനെ കടാക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ പറയുവാൻ തുടങ്ങി. രഘുരാമ, ഹനുമാനെക്കുറിച്ച് അങ്ങ് പറഞ്ഞതെല്ലാം നേരാണ്. ബുദ്ധിയിൽ, വേഗതയിൽ, ശക്തിയിൽ ഇവന് തുല്യനായിട്ടൊരാൾ ഇന്നില്ല. വാക്കുകൾ ഒരിക്കലും പിഴയ്ക്കാത്ത മാമുനീന്ദ്രന്മാർ പണ്ട് ഇവനൊരു ശാപം കൊടുത്തു. ഹേ പരന്തപ, അതുകൊണ്ടാണ് സ്വന്തം ശക്തി ഇവന് അറിയാതെ വന്നത്. അതിബാല്യത്തിൽ വായുപുത്രൻ ചെയ്ത കാര്യം അത്ഭുത പരാക്രമിയായ രാമ ആർക്കും വർണ്ണിക്കുവാൻ സാധ്യമല്ല തന്നെ. ഒന്നും അറിയാത്തവനെ പോലെ നിൽക്കുകയാണിപ്പോൾ. ആ വർത്തമാനം കേൾക്കുവാൻ അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ശ്രദ്ധ വയ്ക്കൂ. ഞാൻ കഴിയുന്നത് പോലെ വിവരിച്ചു തരാം. ഭാസ്കരദേവന്റെ അനുഗ്രഹത്താൽ പൊന്മാമലയായ സുമേരു പർവ്വതമില്ലേ, അവിടെയാണ് ഇവന്റെ അച്ഛനായ കപീന്ദ്രൻ കേസരി നാട് വാഴുന്നത്. അദ്ദേഹത്തിന്റെ ധർമ്മധാരങ്ങളായ അഞ്ജനാദേവിക്ക് വായു ഭഗവാൻ ഒരു ഉണ്ണിയെ അനുഗ്രഹിച്ചേകി. നെല്ലിൻ കതിര് പോലെ സുപ്രഭ ചിതറുന്ന ഈ ഉണ്ണിയെ പ്രസവിച്ച ശേഷം അഞ്ജന കായ്കൾ കൊണ്ടുവരുവാൻ ഘോരാരണ്യത്തിലേക്ക് പതുക്കെ പോയി. അമ്മയെ അടുത്തു കാണാനില്ല. വിശപ്പ് അസഹ്യവുമായി. ഇവൻ അമക്കാട്ടിലെ കുഞ്ഞിനെ പോലെ ഉച്ചത്തിൽ കരഞ്ഞു. ചെമ്പരത്തിപ്പൂ പോലെ ആദിത്യദേവൻ ഉദിച്ചുയരുകയാണപ്പോൾ. അതുകണ്ട് ഈ ഉണ്ണി വിചാരിച്ചു, പാകത വന്നൊരു പഴമാണിതെന്ന്. ഒതുക്കാൻ കഴിയാത്ത പശിയോടെ അർക്കന്റെ നേരിട്ട് ഈ അമേയ ശക്തൻ ചാടി. ബാലസൂര്യന്റെ അടുത്തേക്ക് എത്തുവാൻ ബലാർക്ക സന്നിഭൻ തന്നെയായ ഈ പൈതൽ വാനിലേക്ക് ഉയർന്നു കഴിഞ്ഞു. വെറുമൊരു പിഞ്ചുകുഞ്ഞായ ഇവൻ ഉദയരവിയെ പിടിക്കുവാൻ ചാടിയപ്പോൾ ദേവദാനവ യക്ഷന്മാർ അത്ഭുത സ്തബ്ധരായി പറഞ്ഞു, ഇത്രയും ഊക്ക് ഗരുഡനോ കാറ്റിനോ മനസ്സിനോ കൂടിയില്ല. അത്രമാത്രം വേഗത്തിലാണ് അമ്പരതലത്തിലേക്ക് ഉയരുന്നത്. സമീരഥനായ ഇവന് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഈ ശക്തി ഉണ്ടായാൽ പരിപൂർണ യൗവനകാലത്തിൽ എത്രയാണ് ഉണ്ടാവുക? പുത്രരക്ഷയ്ക്ക് വേണ്ടി പവൻ പിന്നിൽ പതുക്കെ വീശി. തന്നെ സമീപിക്കുന്ന ഇളം കുഞ്ഞിന് പൊള്ളലേൽക്കാതിരിക്കുവാൻ പ്രഭാകരൻ രശ്മികളെ മഞ്ഞിൻ തണുപ്പാക്കി മാറ്റി. പിതാവിൻ്റെ ബലത്തെ അവലംബിച്ച് 100,000 യോജന വഴി ഗഗനതലത്തിൽ ആഞ്ജനേയർ ഉയർന്നു. ഭാസ്കര സമീപത്തിലെത്തി. അപായമൊന്നും അറിയാത്തൊരു കൊച്ചു കുഞ്ഞാണിവൻ. മാത്രമല്ല, അതിപ്രധാനമായ കാര്യം ഇവനാൽ സാധിക്കാനുമുണ്ട് എന്ന് വിചാരിച്ചാണ് ദിനേശൻ ചൂടില്ലാത്ത കിരണങ്ങൾ പതിപ്പിച്ചത്. രാഹു പകലവനെ ഗ്രസിക്കുവാൻ ഭാവിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഇവൻ ചാടിയെത്തിയത്. ഹേ രാമ, സൂര്യരഥത്തിൽ ഇവൻ തൊട്ടപ്പോൾ ചന്ദ്രാർക്കമർദ്ധകനാണെങ്കിലും രാഹു പേടിച്ചരണ്ടു. ജീവരക്ഷയ്ക്ക് അതിവേഗത്തിലോടി. സിംഹികാസുതനായ രാഹു അമരാവതിയിൽ അധിവസിക്കുന്ന അമരേന്ദ്ര സമീപം ചെന്ന് ചൊടിച്ചുകൊണ്ട് പറഞ്ഞു, ഹേ വാസവ, ചന്ദ്രനെയും അർക്കനെയും യഥാർഹം അഷ്ടിയായി വിഴുങ്ങുവാൻ എന്നെ അനുവദിച്ചതല്ലേ? ഇന്ന് മറ്റൊരാളെ അയക്കുവാൻ കാരണമെന്താണ്? വൃത്രൻ, വലൻ എന്നീ ഘോര രാക്ഷസ ഹന്താവായ ദേവേന്ദ്ര, ഇന്ന് അമാവാസിയായതിനാൽ സൂര്യനെ ഗ്രഹിക്കുവാൻ ഞാൻ ചെന്നു. അപ്പോൾ മറ്റൊരു രാഹു വന്ന് അർക്കനെ പിടിക്കുകയാണ്. രാഹുവിൻ്റെ വാക്കുകൾ വലാന്തകനെ സംഭ്രമിപ്പിച്ചു. സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കൈലാസ തുല്യാഭയോടും മതമൊലിപ്പോടും 4 കൊമ്പുകളോടും ഏറ്റവും പൊക്കത്തോടും കനകമണി കിലുക്കത്തോടും കൂടി ഐരാവതത്തിൻ്റെ പുറത്തിൽ പൊന്മാലകൾ അണിഞ്ഞ ഇന്ദ്രൻ കയറി. രാഹുവിനെ അനുഗമിച്ചുകൊണ്ട് ഗജേന്ദ്രൻ വേഗത്തിൽ നടന്നു. സൂര്യൻ്റെ അടുത്തു തന്നെ നിൽക്കുന്ന കപികിശോരനെ കണ്ട രാഹു ദേവേന്ദ്രനെ വിട്ട് അത്യുത്സാഹത്തോടെ എത്തി. ഗിരിശൃംഗം പായുന്നത് പോലെ വരുന്ന സിംഹികാതനയനെ കണ്ടപ്പോൾ അതൊരു വലിയ കായാണെന്ന് വിചാരിച്ച ഇവൻ മേൽപോട്ടേക്ക് ചാടിക്കഴിഞ്ഞു. അർക്കനെ വിട്ട് തന്നെ പിടിക്കുവാൻ വരുന്നത് കണ്ടപ്പോൾ ഭയപ്പെട്ട രാഹു പിന്നോക്കം തിരിഞ്ഞ് ദയനീയ സ്വരത്തിൽ, ദേവേന്ദ്ര, മഹീന്ദ്ര, എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ എന്ന് ആർത്തു കേണു. പേടിക്കേണ്ട,
ഞാൻ ഇവനെ നിഗ്രഹിക്കുകയാണ്. അമരനാഥൻ ചൊടിച്ച സ്വരത്തിൽ രാഹുവിനെ സമാധാനിപ്പിച്ച് ഐരാവതത്തെ അങ്ങോട്ട് തിരിച്ചു. ഇതും നല്ലൊരു തരം കായാണെന്ന് വിചാരിച്ച് ഗജേന്ദ്രനെ പിടിക്കുവാൻ അങ്ങോട്ട് ചാടിക്കഴിഞ്ഞു മാരുതി. ഘോരാതരങ്ങളായ ഇന്ദ്രാഗ്നികളെ പോലെ ഇവന്റെ ശരീരം ആകെ ജ്വലിക്കുവാനും തുടങ്ങി. ഇങ്ങനെ പാഞ്ഞേൽക്കുന്ന ഇവനെ കണ്ട ദേവേന്ദ്രൻ അതികോപമിയലാതെ വജ്രായുധത്തെ ചാട്ടി. അതുല്യമായ ഇന്ദ്രായുധമേറ്റ മാരുതി മലയിൽ വീണു. അതോടെ ഇടത്തെ കവിളും താടിയും ചതയുകയും ചെയ്തു. വജ്രം തട്ടി വശം കെട്ട് വീണ പുത്രനെ കണ്ട വായു ഇന്ദ്രനിൽ അതിക്രുദ്ധനായി. അതോടെ സർവ്വജീവികൾക്കും ദുഃഖമുളവായി. പ്രജകളുടെ അന്തർഭാഗത്തിൽ സഞ്ചരിക്കുന്ന പ്രാണവായു നിശ്ചലനായി. തൻ്റെ ഓമന മകനെയും എടുത്ത് വലിയൊരു ഗുഹയിലേക്ക് വായു പോയപ്പോൾ മലമൂത്രാദികളുടെ നിരോധത്താൽ ജീവജാലങ്ങളെല്ലാം അഴലാഴിയിലാണ്ടു. വാസവൻ വർഷത്തെ എന്ന പോലെ സർവ്വഭൂതങ്ങളെയും വായുദേവൻ തടുത്തു. പവനകോപത്താൽ വീർപ്പുമുട്ടിയ ജീവജാലങ്ങൾ സന്ധികൾ പൊളിഞ്ഞ പോലെ പിടഞ്ഞ് മരമുട്ടികളെപ്പോലെ ചലനരഹിതരായി വീണു തുടങ്ങി. വേദോച്ചാരണങ്ങൾ, വഷ്ടകാരാദികൾ, യാഗാദി കർമ്മങ്ങൾ, ധർമ്മങ്ങൾ എല്ലാം ഇല്ലാതായി. 3 ലോകങ്ങളും നരകത്തെ പോലെയായി. ഗന്ധർവന്മാർ, ദേവന്മാർ തുടങ്ങി എല്ലാവരും നരാസുരന്മാരോടുകൂടി വിധാതാവിൻ്റെ സമീപത്തിലേക്ക് ദുഃഖം നീങ്ങി സുഖം വരുവാൻ വേണ്ടി ഓടിക്കഴിഞ്ഞു. മഹോദരനെ പോലെ വയർ വീർത്തുകൊണ്ട് എത്തിയ അവർ ദേവദേവനെ പ്രണമിച്ചു പറഞ്ഞു: പ്രഭോ, ദേവദേവ, 4 വിധത്തിലുള്ള പ്രജകളെ അവിടുന്ന് സൃഷ്ടിച്ചു. ഞങ്ങളുടെ ആയുസ് കാക്കുവാൻ വേണ്ടി വായുവിനെയും തന്നരുളി. കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ വായു ഇന്ന് അന്തപുരത്തിൽ സ്ത്രീകളെ എന്ന പോലെ ഞങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദുഃഖാഗ്നികൾ പിടയ്ക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് അഭയമേകണേ. വായു നിരോധിച്ചതിനാലുള്ള സങ്കടത്തെ ഞങ്ങൾക്ക് അവിടുന്ന് തീർത്തു തരണേ. ദുഃഖഹന്താവായ പ്രഭോ, ശരണം പൂക്കിയ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.